രാമനവമിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സദ്യയൊക്കെ അടിച്ച് വന്നിട്ട് വീട്ടിൽ ഉറങ്ങാനൊന്നും സമയമില്ല. കാരണം എന്ന് വെച്ചാൽ മണിക്കുട്ടിക്കും കുഞ്ഞുസിനൊക്കെ സ്കൂൾ തുറന്നു. അപ്പോൾ ഇവർക്ക് മണിക്കുട്ടിക്ക് അല്ലറ ചില്ലറയൊന്നുമല്ല, കുറേ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ വലിയൊരു പണിയാണ്. ഇതൊക്കെ വാങ്ങി കൊണ്ടുവന്ന് നമ്മൾ കവറിട്ട് അതിൽ പേരൊക്കെ ലേബൽ ചെയ്തിട്ട് വേണം ഇവരെ സ്കൂളിലോട്ട് കൊടുത്തു വിടാൻ. അതും ഈ ടീച്ചർ 2-3 ദിവസം മുമ്പ് തന്നെ മെസ്സേജ് അയച്ചായിരുന്നു, പെട്ടെന്ന് തന്നെ നിങ്ങൾ കൊടുത്തു വിടണം, ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യലായി. പിന്നെ കുട്ടികൾക്കൊക്കെ കുറച്ച് ഡിലേ വരും, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേന്ന്. അപ്പം നമ്മളെ കൊണ്ട് പാരൻസിനെ കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു മാർക്കറ്റിലോട്ട് പോയതായിരുന്നേ. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ മാത്രമേ മണിക്കുട്ടിയുടെ സ്കൂളിലെ എല്ലാ ഐറ്റംസും കിട്ടൂ. അപ്പോൾ ആ ഒരു കടക്കാരും അവർ ഇതുമായിട്ടുള്ള എന്തോ സംഭവമാണ്, കരാറാണ്. അല്ലാതെ ഇപ്പോൾ വേറെ ഏത് കടയിൽ പോയാലും ഈ ഒരു ഐറ്റംസ് നമുക്ക് കിട്ടില്ല. അതാണ് കേട്ടോ വലിയൊരു ബുദ്ധിമുട്ട്. കാരണം ഇവിടാന്ന് വെച്ചാൽ ഒടുക്കത്തെ റേറ്റുമാണ്. സാധനങ്ങളെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ എല്ലാത്തിനും ഭയങ്കര ഇരട്ടി വിലയാണ്. അപ്പോൾ സ്കൂളും ഇവരും തമ്മിലുള്ള ഒരു ഡീലാണ്. അപ്പോൾ ഇവർക്ക് എന്തോ ചെറിയൊരു കമ്മീഷനും കാര്യങ്ങളൊക്കെ ഇല്ലാതെ അങ്ങനെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൊട്ട്, ചീപ്പ്, കണ്ണാടി എന്നൊക്കെ പറയുന്ന പോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ്. ഇതിനൊക്കെ നമ്മൾ പേരെഴുതണം. പേരെഴുതി പിന്നെ കുറച്ച് ബുക്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇപ്രാവശ്യം ടെക്സ്റ്റ് പോലും കിട്ടിയില്ല. ഏതായാലും ഞങ്ങൾ പോയി ഡെയിലി ഫലൂദയൊക്കെ കഴിക്കുന്നൊരു കടയുണ്ട്. അവിടുന്ന് കുറച്ച് ഫലൂദയൊക്കെ പാഴ്സൽ വാങ്ങി വന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും കഴിച്ചു. അപ്പോൾ എനിക്കും ചേട്ടനും ഞങ്ങൾക്ക് ഒരെണ്ണം മാത്രമേ വാങ്ങിയുള്ളൂ ഇപ്രാവശ്യം. ഞങ്ങളത് 2 പേരും 50-50 അടിച്ച് കഴിക്കുകയും ചെയ്തിട്ട് ഇതാ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു ലേബൽ ചെയ്യലാണ്. അപ്പോൾ ഈ സ്പോഞ്ചൊക്കെ കണ്ടോ, പണ്ട് മുടി മുറിക്കുന്ന കടയിലൊക്കെ അച്ഛനൊക്കെ പണ്ട് എന്നെ കൂട്ടിയിട്ട് പോയ സമയത്ത് നമുക്കിങ്ങനെ മുടിയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ മുഖത്തൊക്കെ ഇങ്ങനെ ആക്കി തരില്ല. അതൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഈ സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ പുല്ലുമുട്ടായിനെ പോലെയുണ്ട് കാണുമ്പോൾ. ഇതിനൊക്കെ നല്ല റേറ്റാണേ. അപ്പോൾ ഇനിയും അതുപോലെ 3 പ്രീ KG എന്ന് പറയുന്നത് 3 സെക്ഷനാണ്. അതായത് നഴ്സറി, LKG, UKG ഈ 3 വിഭാഗത്തിൻ്റെ ഈ സംഭവങ്ങൾ ഇവിടെ നിന്നാണ് കിട്ടുന്നത്. പിന്നെ ഇന്നെന്ന് വെച്ചാൽ നല്ലൊരു പണിയായതുകൊണ്ട് വരുമ്പോഴേ തന്നെ ഞങ്ങൾ പാഴ്സൽ എൻ്റെ സ്വന്തം ഫ്രൈഡ് റൈസും കൂടെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ അതും എല്ലാവരും പ്ലേറ്റിലൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണ്. ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് കുറേ നാളായേ. എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് കാലമൊക്കെ അല്ലേ, അപ്പോൾ ഫാസ്റ്റ് ഫുഡൊന്നും അത്ര അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല വയറിന്. അപ്പോൾ അത് കുറച്ച് നാളായി ഇങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ഇന്ന്. അപ്പോൾ ചേട്ടൻ എന്ത് പണിയെടുത്തെന്ന് വെച്ചാൽ നമ്മുടെ റുമാൽ റൊട്ടിയും ചിക്കൻ കറി, അതായത് നമ്മുടെ നോർത്ത് സ്റ്റൈൽ ചിക്കൻ കറി, അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്.